നമ്മളെ കൊണ്ട് നോക്കാൻ പറ്റുമോന്നൊരു സംശയം. ആശുപത്രിയിൽ തനിച്ച് കിടക്കുന്നതിനൊക്കെ നല്ലതല്ലേ ഇവിടെ കൊണ്ട് നിർത്തുന്നത്? അത് വീട് ഗൗതം, എന്തായാലും അമ്മ സമ്മതിച്ചില്ലേ, പിന്നെന്താ പ്രശ്നം? അതെ, നാളെ രാവിലെ എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. നാളെ എന്താ വിശേഷം? അത് അമ്മ നേർന്ന ഒരു നേർച്ചയാ. അനാഥാലയത്തിന് വേണ്ടിയുള്ള കെട്ടിടം നമുക്ക് തന്നെ കിട്ടിയ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്ന് അമ്പലത്തിൽ വെച്ച് പൂജിക്കാമെന്ന് അമ്മ നേർന്നിട്ടുണ്ട്. പ്രണവിനോട് ഞാൻ പറഞ്ഞു. എന്നാ പിന്നെ വെച്ച് താമസിപ്പിക്കണ്ട, നമുക്ക് പെട്ടെന്ന് നടന്ന് ഉറങ്ങിയേക്കാം. രാവിലെ അമ്പലത്തിൽ പോകാനുള്ളത്. വാ വാ ഇങ്ങോട്ട്. അതെ, അമ്പലത്തിൽ പോകാനുള്ളതാണെന്ന് അറിയാലോ. അപ്പൊ മോൻ ബെഡിന്റെ ഇങ്ങേറ്റം, ഞാൻ അങ്ങേറ്റം. ഓക്കെ, ഗുഡ് നൈറ്റ്. അപ്പോൾ ദീദി, ഗൗതം, ഗൗതം. താഴേന്ന് വിളി കേട്ടില്ലല്ലോ, ഞാൻ ഇപ്പൊ നിധിയോട് പറഞ്ഞതേ ഉള്ളൂ. സാധാരണ അമ്പലത്തിൽ പോകുന്നു പറഞ്ഞാലേ നേരം വെളുക്ക് മുൻപേ അമ്മ റെഡിയായിട്ട് നിന്ന് വിളി തുടങ്ങുന്നതാണല്ലോ. ഇന്ന് എന്തു പറ്റി? ഞാൻ എപ്പോഴേ റെഡിയായിന്നറിയോ? ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ഗോപിയേട്ടൻ വിളിച്ചു. അച്ഛനെന്ത് പറഞ്ഞു? എന്നോട് എന്തു പറയാൻ, പറഞ്ഞിട്ട് തന്നെ കാര്യമൊന്നുമില്ലല്ലോ. കുടുംബകാര്യങ്ങളൊന്നും സംസാരിക്കാറില്ലല്ലോ. വിഷയം മൊത്തം ബിസിനസിന്റെ കാര്യങ്ങളായിരിക്കും. ഞാൻ മൂളി ഇരിക്കുന്നല്ലാതെ എന്ത് മറുപടി പറയാനാ? നിങ്ങളൊക്കെ റെഡിയായാ? പിന്നെന്താ എന്നെ വിളിക്കായിരുന്നു? നിന്നെ വിളിച്ചാലേ ഇറങ്ങി വരുന്നുണ്ടോ? സമയത്തിന് പോണോന്ന് നിനക്കറിയില്ലേ? ഇന്നൊരു ദിവസം നേരത്തെ റെഡിയായ ഷോ ഇറക്കല്ലേ? ഇനി എല്ലാരും കൂടി അതും ഇതും പറഞ്ഞ് സമയം കളയണ്ട. പൂജിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തല്ലോ. എല്ലാം റെഡി. എന്നാ വാ, ഇറങ്ങാം.